ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെറി സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരികയാണ്. ക്രിസ്മസിന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ബീഫ് സ്റ്റൂവിൻ്റെ കറിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ റൊട്ടിയുടെ കൂടെയൊക്കെ നല്ല മാച്ചാണ്, നല്ല ടേസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറാണ് ആദ്യം എടുത്ത് വെച്ചിട്ടുള്ളത്. ആ കുക്കറിലോട്ട് നമ്മൾ 1 കിലോ ബീഫാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ എപ്പോഴും എല്ലാവരും ചിക്കൻ കൊണ്ടൊക്കെ സ്റ്റൂ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ ഇത് ബീഫ് കൊണ്ടാണ്. എല്ല് നിർബന്ധമായിട്ടും വേണം. കുറച്ച് എല്ലും നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 1 കിലോ ബീഫ് വാഷ് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് അതിലോട്ട് ഞാൻ ഒരു വലിയ ടീസ്പൂൺ ഇതിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ബീഫ് ഒരു പകുതി വേവാക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഫുള്ളായിട്ട് കുക്ക് ചെയ്യരുത്, ഹാഫ് വേവ് മതി. ബാക്കി പകുതി വേവ് നമുക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്തിട്ട് വേവിക്കേണ്ടതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ എല്ലും നെയ്യൊന്നും ഇല്ലാത്ത ബീഫാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നല്ല അടി കട്ടിയുള്ളൊരു കുഴിയുള്ളൊരു തവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതിലേക്ക് തീർച്ചയായിട്ടും വെളിച്ചെണ്ണയാണ് വേണ്ടത്. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, ഈ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വാഴയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പാകത്തിന് ആവശ്യത്തിനുള്ള ഈ ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഒരു 3 വലിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ 1 കിലോ ബീഫിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് കുറച്ച് കറി കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു 3 സവാള എടുത്തത്. അല്ല, ഒരു മീഡിയം സൈസ് സവാള കേട്ടോ. വലിയ സവാള ആണെങ്കിൽ 2 സവാള എടുത്താൽ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സവാള ആണെങ്കിൽ 2 സവാള മതി. എൻ്റെ ഒരു മീഡിയം സവാള ആയത് കാരണം ഞാൻ 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 4-5 പച്ചമുളക്, ഒരു 5-6 പച്ചമുളക് ആയാലും കുഴപ്പമില്ല, ഇതിൽ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല. ഓക്കെ. എന്നിട്ട് അത് വഴറ്റി എടുത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ്, വെള്ളമുള്ള ബീഫ് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇതിന് സ്റ്റോക്ക് കളയരുത്, വെള്ളത്തോടുക്കണം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനും. അപ്പോൾ ബീഫ് നല്ലോണം വെന്തിട്ടില്ല, പാകത്തിനെ വെന്തിട്ടുള്ളൂ. ഓക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ബീഫിൽ ഓൾറെഡി വേവിക്കുമ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഉള്ളി ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മൂന്നാം പാലുണ്ട്, തേങ്ങയുടെ 3-ാം പാല്, അധികം കട്ടില്ലാത്ത പാൽ, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പ് 3-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് 3-ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി ഞാൻ അതിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തുകൊണ്ടിട്ട് വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് വരുമെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് പിന്നെ അല്ലാതെ ഇവിടെ ഗരം മസാലപ്പൊടി നമ്മൾ ഇടുന്നില്ല, ഓൾറെഡി ഗരം മസാല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ചേരം വേവിക്കുക. അപ്പോൾ അത് ഏകദേശം കുറച്ചൊക്കെ ഒന്ന് ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 3-ാം പാലും തേങ്ങാപ്പാലിലുമാണ് ഈ സംഭവം ശരിക്കും വെന്തിങ്ങനെ ഉടഞ്ഞ് വരേണ്ടത്. അതുകൊണ്ടാണ് ബീഫ് ഫുള്ളായി വേവിക്കേണ്ട എന്ന് ഞാൻ പറയുന്നത്. എന്നിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഇതിൽ ഈ വെള്ളമൊക്കെ നല്ലോണം വറ്റി ഇങ്ങനെ കുറുകി വരണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നന്നായിട്ട് കുറുകി, വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എല്ലാ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉടഞ്ഞു. ഈ സമയത്താണ് നമ്മൾ ഇതിലോട്ട് 3-ാം പാൽ, കട്ടിയുള്ള 3-ാം പാൽ, 1 കപ്പ് 3-ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. 1 കപ്പ് 3-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒരു കുറച്ച് 1/2 കപ്പ്, അതേപോലെ 1/2 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. പക്ഷേ 1 കപ്പ് 1-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ലാസ്റ്റ് അതിലോട്ട് ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3-ാം പാൽ 1/2 കപ്പ്, 2-ാം പാൽ 1/2 കപ്പ്, 1-ാം പാൽ 1 കപ്പ്. എന്നിട്ട് ലാസ്റ്റ് ഗരം മസാല, കറിവേപ്പില, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഈ സമയത്ത് കറക്റ്റ് നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. കുറച്ച് കുറുകിയിട്ട് കുറച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എല്ലോട് കൂടിയുള്ള ബീഫ് സ്റ്റൂ ആയ കാരണം എന്താ കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ്. അതിന് മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇല്ലല്ലോ, നമ്മൾ വെറും കുരുമുളക് പൊടിയും പച്ചമുളകുമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് സ്റ്റൂ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറിൻ്റെ കൂടി നല്ല മാച്ചായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടം. വളരെ എളുപ്പമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.